എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഓണം എത്തിയല്ലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പം ഡിസ്റ്റർബായിട്ടുണ്ടാവും. നമ്മൾ പുറത്ത് ഭയങ്കര വിനായക ചതുർത്ഥി ആഘോഷം ഇങ്ങനെ പൊടിക്കുന്ന പാടുന്ന ഇങ്ങനെ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. എനിക്കൊരു രക്ഷയുമില്ല. രാവും പകലും എല്ലാം ഇവിടെ പരിപാടിയാണ്. ഇനി ഇവർ ഉറങ്ങുന്ന സമയത്തായിട്ട് നോക്കിയിട്ട് ഡബ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്നാൽ പിന്നെ നമുക്കിന്നൊരു പിങ്ക് പാലട ആയാലോ. ഇത് ഉണ്ടാക്കാൻ എന്തായാലും 1.5 മണിക്കൂർ ചിലവ് വേണം. സാധനങ്ങളെല്ലാം വളരെ കുറച്ചേ വേണ്ടൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആദ്യം നോക്കാം. അതിനായിട്ട് ഒരു 4-5 കപ്പ് വെള്ളം ഒരു പാത്രത്തിലെടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളക്കാൻ വെക്കുന്നുണ്ട്. അത് തിളക്കുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം. അത് ഈ അട തമ്മിൽ ഒട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഓയിൽ കണ്ടൻറ്റ് വേണം, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് വെള്ളം നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് അട ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട്, നല്ല ടൈറ്റായിട്ട് മൂടി നിൽക്കുന്ന ഒരു മൂടി വെക്കണം. നിങ്ങളടുത്ത് അങ്ങനെ ഇല്ലെങ്കിൽ കുക്കർ ആക്കിക്കോളിയും. കുക്കറാകുമ്പം മൂടിയിട്ട് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫാക്കിയാൽ അത് അതിൽ നിന്ന് വെന്തോളും. ആവിയൊന്നും പുറത്ത് പോയി പോകില്ലല്ലോ. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പലക എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് ഈ അടുപ്പത്ത് വെച്ച് നമുക്ക് പാല് തിളപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ 1 മണിക്കൂർ എന്തായാലും ഈ പാൽ അടുപ്പത്ത് വേണം. അപ്പോൾ ആ സമയം കൊണ്ട് അത് റെഡി ആയിക്കോളും. അപ്പോൾ അതിലാദ്യമായിട്ട് ചീനച്ചട്ടിയിലാണ് ഞാനിന്ന് പായസം ഉണ്ടാക്കുന്ന. അതിലേക്ക് ഒരു 3/4 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം തിളക്കുമ്പോഴത്തേക്ക് ഈ 1.5 ലിറ്റർ ഫുൾ ക്രീം മിൽക്കാണ്. ഫുൾ ക്രീം മിൽക്ക് തന്നെ എടുക്കണം. അപ്പോൾ 1.5 ലിറ്റർ ഫുൾ ക്രീം മിൽക്ക് എടുത്തിട്ടുണ്ട്. ഈ ചീനച്ചട്ടിയിലെ വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാവൂ. അപ്പോൾ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഈ പാല് അടി പിടിച്ചു പോകാണ്ടൊക്കെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ അത് നിങ്ങളെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇതും ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് തിളപ്പിക്കുക. തിളച്ച് അങ്ങ് തൂവിയൊന്നും പോവില്ല, അടുത്ത് തന്നെ നിന്നാൽ മതി. ഞാനിത് ഫുള്ളായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, നല്ലോണം ഇളക്കി കൊടുക്കണം, അടുത്ത് തന്നെ നിൽക്കണം. ഈ 1.5 മണിക്കൂറും ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പാടില്ല. കണ്ടില്ലേ, തിള തുടങ്ങിയിട്ടുണ്ട്. തിളച്ചാൽ നിങ്ങൾ കണ്ടോ, നോക്കിക്കോ, കണ്ട അത് തൂവിയൊന്നും പോകുന്നില്ല. കണ്ടില്ലേ, അവിടെ നിന്ന് തന്നെ അങ്ങ് തുള്ളിപ്പതച്ചോളും. നല്ലോണം തിളക്കുന്നുണ്ട്. ഇങ്ങനെ ആറ്റത്തുള്ള എല്ലാം നേരം എടുത്തിട്ടാൽ നല്ലതാണ്. അപ്പോൾ ഏകദേശം നല്ലൊരു വറ്റി വരുന്നുണ്ട്. നല്ലോണം വറ്റി അത് അതിലുള്ള ആ 3/4 ലിറ്റർ വെള്ളം വറ്റി തീരണം. പിന്നെ ഒരു പാലിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ അംശം കുറച്ചെല്ലാം വറ്റുന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പം കുറച്ച് താണ്. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഇപ്പോൾ ഒരു 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നല്ലോണം താണിട്ടുണ്ട്. ഇനി നമുക്ക് പാലിൻ്റെ കളറിനെല്ലാം ഒരു വ്യത്യാസം വരുന്നുണ്ട്, കണ്ടില്ലേ. ഇനി ഈ സമയത്ത് നമുക്ക് കണ്ടോ, നല്ല കളറ് മേലെ പൊന്തി നിൽക്കുന്ന നല്ല കളറ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അട ഊറ്റി വെക്കാം. ഞാൻ അട ഊറ്റിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടി ഒട്ടുന്ന ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അരിപ്പയിലിട്ടിട്ട് ഇതിലങ്ങ് ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ, വെള്ളം ഒട്ടും വേണ്ട, നല്ലോണം ഇളക്കി കൊടുക്കുക. കണ്ടേ, കളറ് കുറച്ച് മാറിയില്ല. അപ്പോൾ ഈ സമയത്ത് പിന്നെയും കുറച്ച് നേരം ഇങ്ങനെ വെക്കുമ്പോൾ പിന്നെ ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കുറേയും കൂടി വറ്റും. ഏകദേശം റെഡിയായി വരുന്നുണ്ട്. വേണ്ട, നല്ല അടി പിടിച്ചു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്തെടുക്കേണ്ട സമയമാകുന്നുണ്ട്. കണ്ടോ, ഏകദേശം നല്ല കട്ടിയായി വരുന്നുണ്ട്. അപ്പോൾ ഒരു 50 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഇളകി വരും. അതിൻ്റെ ഒരു വെള്ളം പോലെ ഉണ്ടാവും. അപ്പോൾ അത് വറ്റുന്നവരെ എന്തായാലും ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞ്, ഇപ്പോൾ കണ്ടില്ലേ, 1.25 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. ഏകദേശം റെഡിയായി. അത് 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച്
ബട്ടറാണ് ചേർത്ത് കൊടുത്ത്. നിങ്ങൾക്ക് നെയ്യ് വേണേൽ നെയ്യ് ചേർക്കാം. കാരണം നമ്മളിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ പാട കെട്ടും, പാലല്ലേ. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് ഞാൻ ഈ ബട്ടർ ചേർത്ത് കൊടുത്ത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ അങ്ങനെ തണുക്കാൻ വെക്കാം. കണ്ടോ, കറക്റ്റ് 1.5 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷനല്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നല്ലോണം തണിഞ്ഞ് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി പിങ്ക് പാലട റെഡി. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു. കൂടാതെ എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടി ഓണാശംസകൾ.